വാട്സപ്പിലെ ഏറ്റവും പുതിയ ഫീച്ചറായിട്ടുള്ള മെറ്റ എ ഐ നിങ്ങൾക്ക് ലഭിച്ചോ? എനിക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പെയാണ് ഈ ഒരു മെറ്റ എ ഐയുടെ ബ്ലൂ കളർ റൗണ്ട് ലഭിച്ചത്. ഇതിനായിട്ട് ഞാനൊരു ടെക്നിക്ക് ചെയ്തു. അതിനുശേഷമാണ് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഈ ഒരു ഓപ്ഷൻ വാട്സപ്പ് തന്നെ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ മെറ്റ എ ഐ അല്ല പുതിയ ഫീച്ചർ എന്തുമാകട്ടെ നിങ്ങളുടെ മൊബൈലിലുള്ള വാട്സപ്പിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ടെക്നിക്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 2 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് വന്നിരിക്കും. എൻ്റെ വാട്സപ്പ് ബീറ്റ വേർഷനാണ്. അതായത് വാട്സപ്പിൽ പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കുമ്പോൾ ബീറ്റ വേർഷൻ ഉള്ളവർക്കാണ് ആദ്യമായിട്ട് ലഭിക്കുക. എൻ്റെ വാട്സപ്പ് ബീറ്റ വേർഷൻ ആയിട്ട് പോലും ഈ ഒരു മെറ്റ എ ഐയുടെ സംഭവം വന്നിട്ട് ഒരുപാട് നാളായി, എന്നിട്ട് പോലും എനിക്ക് എന്തുകൊണ്ട് വന്നില്ല? അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വാട്സപ്പിലുണ്ട് എന്ന് മനസ്സിലായത്. ഞാൻ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയപ്പോൾ 2 ദിവസം കൊണ്ട് സംഭവം എനിക്ക് കിട്ടി. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ചെയ്ത ടെക്നിക്ക് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇതിപ്പോൾ മെറ്റ എ ഐ ലഭിക്കുന്നതിന് മുമ്പുള്ള വാട്സപ്പാണ്. ഇവിടെ മെറ്റ എ ഐയുടെ ബ്ലൂ കളർ റൗണ്ട് ഇല്ല. വാട്സപ്പ് തുറന്നിട്ട് ഞാൻ ചെയ്തത് ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് കാണാം, സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴേക്ക് വരുമ്പോൾ ഹെൽപ്പ് എന്ന ഭാഗം കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഹെൽപ്പ് സെൻറ്റർ എന്ന് മുകളിൽ കാണാം, അവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് വലതുവശത്ത് കോണ്ടാക്റ്റ് അസ് എന്ന ഭാഗം ഗ്രീൻ കളർ കാണാം, അവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ കോണ്ടാക്റ്റ് അസ് എന്ന ആ ഒരു ഭാഗത്ത് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ എഴുതിയത് ഹലോ വാട്സപ്പ് ടീം, മെറ്റ എ ഐ ഈസ് നോട്ട് ഷോയിങ് ഇൻ മൈ വാട്സപ്പ് അക്കൗണ്ട്, പ്ലീസ് ഫിക്സ് നമ്പർ എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ ആ നമ്പർ, വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുക. കോണ്ടാക്റ്റ് ഇമെയിൽ എന്ന ഭാഗത്ത് നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് നിങ്ങൾ കാണാൻ സാധിക്കും, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്ക് ഇത് പോകും. ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നൽകിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുത്തു. താഴെ സെൻഡ് മൈ ക്വസ്റ്റ്യൻ ടു വാട്സപ്പ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ടൈപ്പ് ചെയ്തത് കംപ്ലീറ്റ് വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ ചാറ്റിലേക്ക് പോകും. ഇപ്പോൾ അത് സെൻഡ് ആകുകയാണ്, ഒഫീഷ്യൽ ചാറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇനി അവർ നമുക്കൊരു റീപ്ലൈ തരും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ അവർ റീപ്ലൈ അയക്കുന്നതായിരിക്കും. നമ്മുടെ മെയിൽ ഐ ഡിയും വാട്സപ്പ് നമ്പറൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അവർ റീപ്ലൈ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ റീപ്ലൈ വന്ന ഉടനെ തന്നെ നിങ്ങൾ കൊടുത്ത മെയിൽ ഐ ഡിയിൽ വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ ചാറ്റിൽ നിന്നും ഒരു മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ മെയിൽ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സപ്പോർട്ട് ക്വസ്റ്റ്യൻ അബൌട്ട് വാട്സപ്പ് എന്നൊരു മെയിൽ വന്നിട്ടുണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ മെയിലിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു മെയിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങളത് ഓപ്പൺ ചെയ്തൊന്ന് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ താഴേക്ക് നോക്കുക. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവരെന്തിനാണ് നിങ്ങൾക്ക് മെയിൽ അയച്ചത്, നിങ്ങൾ എന്താണ് ചോദിച്ചതെന്നൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ അതേ ആ ഒരു ഒഫീഷ്യൽ ചാറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടല്ലോ, അതിൽ മറ്റൊരു ചാറ്റും കൂടി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ താഴെ അതിനൊരു ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്കാണ് ഇത് പോവുക. ഇവിടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. വെരി സാറ്റിസ്ഫൈഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ കൊടുത്തു. ഇവിടെ 2 സംഭവം തന്നിട്ടുണ്ട്. ആ 2 സംഭവം ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഇവിടെ 2 സംഭവം ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഞാനിവിടെ എഴുതി കൊടുത്തത് ഐ ഹാവ് ഹാഡ് എ ഗുഡ് എക്സ്പീരിയൻസ് വിത്ത് വാട്സാപ്പ് സോ ഫാർ എന്ന് എഴുതിയിട്ട് ഞാനിവിടെ സബ്മിറ്റ് കൊടുത്തു. ഇത്രേ ചെയ്യണ്ടു. ഈ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും താങ്ക് യു ഫോർ കംപ്ലീറ്റിംഗ് ദിസ് സർവേ എന്ന് കാണിക്കുന്നുണ്ട്. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. തീർച്ചയായിട്ടും 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെൽപ്പ് സെൻറ്ററിൽ ടൈപ്പ് ചെയ്ത് അവർക്ക് അപേക്ഷ കൊടുത്തിട്ടുള്ളത്, അത് നിങ്ങളുടെ വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റിൽ ലഭിച്ചിരിക്കും. നമ്മളിപ്പോൾ കൊടുത്തത് മെറ്റ എ ഐക്ക് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷൻ എനിക്ക് വെറും 2 ദിവസത്തിനുള്ളിലാണ് എനിക്കിത് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഇത് സക്സസ്ഫുൾ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും ഈ ഒരു കാര്യം ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.